എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മോളെ ഞാൻ സ്കൂളിൽ നിന്ന് കൂട്ടിക്കൊണ്ട് വന്നപ്പോഴത്തേന് അവളോട് ഞാൻ പറഞ്ഞു, മുത്തേ അമ്മയ്ക്ക് പനിയാണ്, അതുകൊണ്ട് ഇന്ന് അമ്മയ്ക്ക് വയ്യ, അതുകൊണ്ട് കുഞ്ഞിന്ന് തന്നെ ചോറൊക്കെ എടുത്ത് കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് അവൾ പറഞ്ഞു, അമ്മേ ഇന്ന് അമ്മയ്ക്ക് പനിയാണെങ്കിൽ ഇന്ന് ഞാൻ അമ്മേനെ ജോലി ചെയ്ത് സഹായിക്കാമെന്ന് പറഞ്ഞു. നമ്മൾ കുഞ്ഞ് ജോലിയൊന്നും ചെയ്യണ്ട, നേരത്തെ ഒന്ന് കുളിച്ച് ഭക്ഷണമൊക്കെ നേരത്തെ കഴിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ വന്ന് അവിടെ ആഹാരമൊക്കെ കഴിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, എന്നാൽ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, ഞാൻ അമ്മേനെ വിളക്ക് തേച്ച് സഹായിക്കട്ടെ എന്ന് ചോദിച്ചു. ആദ്യമൊന്നും ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവൾ പറഞ്ഞു, അമ്മ ഞാൻ ഇന്ന് കടവിൽ ഇറങ്ങി തേച്ചോട്ടെ എന്ന് 3-4 പ്രാവശ്യം. ഇപ്പോൾ ഞാൻ ഓർത്ത് പഴയ മടി പിടിപ്പിക്കേണ്ട, നാളെ ഈ വിളക്കൊക്കെ അവളും തേക്കേണ്ടതല്ലേ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്നാൽ ശരി, പതിയെ വിളക്കൊക്കെ എടുത്ത് കടവിലിറങ്ങാൻ പറഞ്ഞു. അങ്ങനെ തന്നെ വിളക്കൊക്കെ എടുത്ത് കടവിലിറങ്ങി അവിടെ ഇരിക്കുന്ന സോപ്പെടുത്ത് വിളക്ക് തേക്കുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വലിയ ശക്തിക്കൊന്നും അല്ല, എങ്കിലും എല്ലാ വെള്ളിയാഴ്ച ഞങ്ങൾ വിളക്ക് തേക്കുന്നതുകൊണ്ട് അതിന് മാത്രം മഴക്കൊന്നും ആ വിളക്കയിലില്ല. അതുകൊണ്ട് പിന്നെ ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ കരിയൊക്കെ പോലുള്ളതൊക്കെ ഒന്ന് കഴുകിയാൽ മതി. വെള്ളത്തിൽ നിന്ന് കയറാൻ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൾ കയറത്തില്ല. അതുകൊണ്ട് ഞാൻ കഴിവതും അവളെ കടവിൽ ഇറക്കാറില്ല. അങ്ങനെ പിന്നെ അവളങ്ങനെ കുഞ്ഞിലെ തൊട്ട് അങ്ങനെ വെള്ളത്തിലിറക്കി ഞങ്ങൾക്ക് ശീലിപ്പിച്ചിട്ടില്ലാത്തതുകൊണ്ട് വെള്ളത്തിലിറങ്ങാനുള്ള ആഗ്രഹമൊന്നും അങ്ങനെ പ്രകടിപ്പിക്കാറില്ല. ഞാനും അങ്ങനെ വെള്ളത്തിലിറങ്ങാറില്ല. പാത്രം കഴുകാനും തുണി ഇറക്കാനും മാത്രമേ കടവിലിറങ്ങത്തുള്ളൂ. ഇപ്പം നിങ്ങൾ ഓർക്കും ഞങ്ങളുടെ ഈ കടവിൽ ഇത്രയും വെള്ളമല്ലേ ഉള്ളൂ, പിന്നെ എന്നാ പേടിക്കാനാണ്. പക്ഷേ ഇങ്ങനെയൊന്നും അല്ല. എല്ലാ ജൂലൈ മാസത്തിൽ നമ്മുടെ ജൂൺ മാസം ആകുമ്പോൾ നല്ല മഴയൊക്കെ അല്ലേ, ആ മഴ വരുന്ന സമയത്ത് ഞങ്ങളുടെ ഈ തോടിൻ്റെ ഇതെല്ലാം കവിഞ്ഞ് വെള്ളമൊക്കെ ഞങ്ങളുടെ മുറ്റം നിറച്ച, പിന്നെ പെരയ്ക്കകത്തും ബാത്റൂമിലും ഒക്കെ വെള്ളമായിരിക്കും. ആ 2 മാസം വെള്ളത്തിൻ്റെ അകത്താണ്. അകത്തും വെള്ളം പുറത്തും വെള്ളം എന്ന് പറയത്തില്ല, ആ ഒരു അവസ്ഥയാണ്. പക്ഷെ എന്നാലും എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം എൻ്റെ മോക്കും ഭയങ്കര ഇഷ്ടമാണ്. ഈ 2024 മാത്രമാണ് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് പെരയ്ക്കകത്തൊന്നും വെള്ളം കയറാഞ്ഞത്. അല്ലെങ്കിൽ എല്ലാ വർഷവും വെള്ളം കയറും ഇറങ്ങും. എന്നാൽ വെള്ളത്തിൻ്റെ വലിയ ബുദ്ധിമുട്ടൊന്നും ഞങ്ങൾക്കില്ല. വെള്ളം കയറുമ്പം വെള്ളത്തിൽ കൂടെ വേണം മുറിയിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോകാനുള്ള ഇതേ ഉള്ളൂ. അല്ലാതെ കുഴപ്പമൊന്നും എനിക്കിതുവരെ തോന്നിയിട്ടില്ല. എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടായിരിക്കും. മറ്റുള്ളവർക്ക് ഇതന്നെ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ലല്ലോ. വിളക്ക് തേക്കെന്ന് പറഞ്ഞിട്ട് ഇന്ന് അവൾ വിളക്ക് തേച്ച് എപ്പം തീരുമെന്നൊന്നും അറിയത്തില്ല. പതിയെ ഈ ഒച്ച അടയുന്ന രീതിയിലാണ് വിളക്കൊക്കെ തേക്കുന്നത്. ഓരോ കാരണവും കഥയും പറഞ്ഞ് കടവിൽ എത്രയോ നേരം നിൽക്കുക, അങ്ങനെ നിന്ന് സമയം കളയുകയാണ്. അങ്ങനെ ഒരു വിധത്തിൽ അവൾ വിളക്ക് തേച്ച് ഏകദേശം തീരാറായിട്ടുണ്ട്. കാരണം വെച്ചാൽ ഞങ്ങൾക്ക് വിളക്കൊക്കെ തേച്ചിട്ട് വൈകിട്ട് ഞങ്ങൾക്ക് അമ്പലത്തിൽ പോകണം. അതുകൊണ്ടാണ് ഞാൻ അവളോട് ധൃതി വെച്ചത്, മുത്തേ പെട്ടെന്ന് വിളക്ക് കഴുകിയിട്ട് കയറെന്ന് പറഞ്ഞത്. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, അമ്മ ധൃതി വെച്ചാൽ ഒന്നും വിളക്ക് വൃത്തിയാകത്തില്ല, അതുകൊണ്ട് അമ്മ അവിടെ ധൃതി വെക്കാതെ സമയം എടുത്ത് നിൽക്കും, ഞാൻ പെട്ടെന്ന് വിളക്കൊക്കെ തേക്കട്ടെന്ന് പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് എന്നോട് എന്തൊക്കെയോ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറേ നേരം അവൾ വിളക്കം തേച്ച് ആ വെള്ളത്തിൽ തന്നെ നിന്ന്.